ഹായ് എവ്രി വൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈറ്റോക്രോംസ് എന്ന ഭാഗമാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഹീം എന്ന ഗ്രൂപ്പ് ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ ബോഡിയിലെ ചില സ്ട്രക്ചറുകളെ പറ്റിയായിരുന്നു. ഹീം എന്ന് പറയുമ്പോൾ പോർഫൈറിൻ സ്ട്രക്ചറിലേക്ക് അയൺ എന്നുള്ള ആറ്റം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സ്ട്രക്ചറാണ് ഹീം. അങ്ങനെ ആ ഹീം എന്നുള്ള സ്ട്രക്ചർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാമത്തെ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിരുന്നു ഹീമോഗ്ലോബിൻ. രണ്ടാമത്തേത് മയോഗ്ലോബിൻ. ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ശരീരത്തിൽ ഹീം എന്ന ആ ഒരു സ്ട്രക്ചർ ഉള്ള മറ്റൊരു ഭാഗമാണ് സൈറ്റോക്രോംസ്. ഇനി അതെന്താണെന്ന് നോക്കാം. സൈറ്റോക്രോംസ് എന്ന് പറയുന്നത് ദേ ആർ സിമ്പിൾ ബയോ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹീം ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞു, സൈറ്റോക്രോമുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലുള്ള കോമ്പൗണ്ടുകളാണ്. അവയുടെ പ്രത്യേകത, അവയുടെ സ്ട്രക്ചറിൽ നമുക്ക് ഹീം ഗ്രൂപ്പ് കാണാം. എന്താണ് ഹീം ഗ്രൂപ്പ്? പോർഫൈറിൻ റിങ്ങിലേക്ക് അയൺ ആറ്റം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹീം ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി സൈറ്റോക്രോമുകളുടെ പ്രത്യേകത, അതിനകത്ത് അയൺ ആറ്റം ഉണ്ട്. ഞാൻ പറഞ്ഞു, പോർഫൈറിൻ റിങ്ങിൽ അയൺ ആറ്റം കൂടെ കീലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സൈറ്റോക്രോംസ് എന്ന് വിളിക്കുന്നത്. അപ്പം അതിനകത്തുള്ള അയൺ എന്ന് വിളിക്കുന്നത്, പറയുന്ന അയൺ ആറ്റം, ഇറ്റ് മേ ബി എയ്തർ ഇൻ ദ +2 സ്റ്റേറ്റ് ഓർ ഇൻ ദ +3 സ്റ്റേറ്റ്. ഫെറസോ ഫെറിക്കോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരേ സമയം ഏതെങ്കിലും ഒരെണ്ണേ കാണും, ഒന്നുകിൽ +2 അല്ലെങ്കിൽ +3. ഇനി സൈറ്റോക്രോംസ് പല തരത്തിൽ നമുക്ക് കാണാം. സൈറ്റോക്രോം എ, സൈറ്റോക്രോം ബി, സൈറ്റോക്രോം സി എക്സെട്ര. നിങ്ങൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം ഓർക്കുക, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോണ്ട. ഇനി സൈറ്റോക്രോമുകളെ പറ്റി പറഞ്ഞാൽ എന്താണ് അവയുടെ ഫംഗ്ഷൻ? ദേ ആക്ട് ആസ് ബയോ റിഡോക്സ് ഏജന്റ്സ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് സെല്ലുകളിലെ ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പം ഈ രണ്ടെണ്ണത്തിലും അതായിരുന്നു ഫംഗ്ഷൻ, ട്രാൻസ്പോർട്ടും സ്റ്റോറേജും. എന്നാൽ സൈറ്റോക്രോമുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ആക്ട് ആസ് ബയോ റിഡോക്സ് ഏജന്റ്സ്. റിഡോക്സ് എന്ന് പറയുന്നൊരു ടേം നിങ്ങൾക്ക് പുതിയതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. റിഡക്ഷനും ഓക്സിഡേഷനൂടെ ചേർന്ന് പറയുന്ന ഒരു ടേം ആണ് റിഡോക്സ്. അപ്പൊ സൈറ്റോക്രോംസും ഈ റിഡോക്സ് ഏജന്റ്സ് ആണ്. അതിന്റെ അർത്ഥം അവയ്ക്ക് ഓക്സിഡേഷൻ നടത്താനും റിഡക്ഷൻ നടത്താനും ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, എങ്ങനെയാണ് ഈ റിഡക്ഷനും ഓക്സിഡേഷനും വരുന്നത്? അത് അടുത്ത സ്ലൈഡിൽ പറയും. അതായത് they will react through the electron transfer mechanism. നോക്കിക്കേ, Fe2+ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Fe3+ ആയിട്ട് മാറും. ഇതതിന്റെ ഓക്സിഡേഷൻ. ഇനി അതല്ല, Fe3+ ആയിട്ടാണ് സൈറ്റോക്രോമുകളിൽ അയൺ കാണുന്നതെങ്കിൽ അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് Fe2+ ആയിട്ട് റിഡ്യൂസ് ചെയ്യപ്പെടും. അപ്പം ഈ അയൺ എന്ന് പറയുന്നത് സൈറ്റോക്രോംസിൽ കാണുന്ന അയണാണ്. സൈറ്റോക്രോമിൽ Fe2+ ആണെങ്കിൽ അത് ഓക്സിഡേഷൻ നടന്ന് Fe3+ ആവും. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ അത് ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കും. ഇനി ആ സിസ്റ്റത്തിൽ ഇലക്ട്രോൺ അധികമായിട്ട് വന്നാൽ Fe3+ ഇലക്ട്രോണിനെ തിരിച്ച് ഗെയിൻ ചെയ്തിട്ട് അല്ലെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് Fe2+ ആയിട്ട് മാറും. അപ്പം ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കും സൈറ്റോക്രോംസിൽ. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് എന്തെന്ന് പറയാം? ബയോ റിഡോക്സ് ഏജന്റ്സ് എന്ന് വിളിക്കാം. ബയോ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് സിസ്റ്റങ്ങളിൽ കാണുന്നതുകൊണ്ടാണ് ബയോ ചേർക്കുന്നത്. ദേ ക്യാൻ ആക്ട് ആസ് റിഡോക്സ് ഏജന്റ്സ്. ഇനി അത് എന്തിലാണ് റിഡോക്സ് ഏജന്റ്സ് എന്ന് പറയുമ്പോൾ? ദേ ആർ ഇൻവോൾവ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിട്ടുള്ള പല റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ സൈറ്റോക്രോമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഉണ്ട്. ഇനി സൈറ്റോക്രോംസിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത, ഓൾ കോർഡിനേഷൻ സൈറ്റ്സ് ഓഫ് അയൺ ഇസ് ഫിൽഡ്. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അയണിന് കോർഡിനേഷൻ നമ്പർ 6 ആണ്. നമ്മൾ ഹീമോഗ്ലോബിനിലും മയോഗ്ലോബിനിലും 5 സൈറ്റ് ഫിൽഡും അതിൽ ഒരു സൈറ്റ് വേക്കൻ്റ് ആയിട്ട് ഇട്ടേക്കും. ആ വേക്കൻ്റ് സൈറ്റിലാണ് ഒന്നുകിൽ ഓക്സിജനെയോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയോ വാട്ടറിനെയോ ഒക്കെ അത് ബൈൻഡ് ചെയ്തത്. പക്ഷേ സൈറ്റോക്രോംസിന്റെ പ്രത്യേകത, അതിനകത്തുള്ള അയണിന്റെ 6 സൈറ്റുകളും ഫിൽഡ് ആണ്.
6 സൈറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ വേക്കൻറ്റ് സൈറ്റ് ഒന്നുമില്ല, ഒരു സാധനത്തിനെ അതിന് കൊണ്ടുപോകാനുള്ള കഴിവില്ല. അപ്പം ഇതിന്റെ ഫംഗ്ഷൻ തന്നെ നമ്മൾ പറഞ്ഞു റിഡോക്സ് ഏജൻസ് ആണ്. ഒന്നുകിൽ ഇലക്ട്രോണിനെ കൊടുക്കുക അല്ലെ ഇലക്ട്രോണിനെ വാങ്ങിക്കുക. അതിനകത്ത് അയണിന്റെ കോർഡിനേഷൻ സൈറ്റ് വേക്കന്റ് ആക്കി ഇടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അയണിന്റെ സൈറ്റോക്രോംസിൽ അയൺ ആറ്റങ്ങളുടെ 6 കോർഡിനേഷൻ സൈറ്റ്സും ഫിൽഡ് ആണ്. നമുക്ക് പറയാം നോ വേക്കൻറ്റ് സൈറ്റ്സ് ആർ അവൈലബിൾ. കാര്യം അതിന്റെ ഫംഗ്ഷന് അല്ലെങ്കിൽ അതിന്റെ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി അതിന് വേക്കൻറ്റ് സൈറ്റ്സിന്റെ ആവശ്യം ഇല്ല. എന്തുകൊണ്ടാണ്? അതിന്റെ ഫംഗ്ഷൻ എന്താ? ഇലക്ട്രോൺസിനെ കൊടുക്കുക വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒന്നിനെ അതിന് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പം വേക്കൻറ്റ് സൈറ്റ് അതിന്റെ സ്ട്രക്ചറിൽ വേണ്ട. അതുകൊണ്ട് തന്നെ സൈറ്റോക്രോംസിൽ അയൺ ആറ്റങ്ങളിൽ എല്ലാ സൈറ്റും ഫിൽഡ് ആണ്. സൈറ്റോക്രോംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ ബോഡിയിൽ ഹീം ഗ്രൂപ്പ് ഉള്ള മറ്റ് ചില സ്ട്രക്ചേഴ്സ് ആണ് എൻസൈംസ്. എല്ലാ എൻസൈംസിലും ഇല്ല, ചില എൻസൈമുകളിൽ ഹീം ഗ്രൂപ്പ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 അത്തരത്തിലുള്ള എൻസൈമുകളാണ് കാറ്റലേസും പെറോക്സിഡേസും. അപ്പം കാറ്റലേസിന്റെയും പെറോക്സിഡേസിന്റെയും പ്രത്യേകത ദേ ആർ 2 എൻസൈംസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ അവർ ബോഡി that contains heme group. അതായത് പോർഫൈറിൻ റിംഗിൽ അയണാറ്റം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള 2 എൻസൈമുകളാണ് കാറ്റലേസും പെറോക്സിഡേസും. ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിന്റെയും ഫംഗ്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ ആണ്, H2O2ന്റെ ഡീകമ്പോസിഷൻ ആണ്. അത് പക്ഷെ 2 തരത്തിലാണ്. കാറ്റലൈസ് എന്ന എൻസൈം ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടറും ഓക്സിജനും ആക്കി മാറ്റുന്നു. എന്നാൽ പെറോക്സിഡേസ് എന്ന എൻസൈമിന്റെ ആക്ഷൻ ഇങ്ങനെയാണ്. ഒരു കോ എൻസൈം AH2 എന്ന കോ എൻസൈമിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടറും A എന്ന കമ്പോണന്റ് കോ എൻസൈമിന്റെ ഒരു പാർട്ടാണ് അതാക്കി മാറ്റുന്നു. അതാണ് പെറോക്സിഡേസിന്റെ ഫംഗ്ഷൻ. അപ്പം നിങ്ങൾ ഓർക്കുക, ഹീം എന്ന സ്ട്രക്ചർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലെ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോംസ്, ഹീം കണ്ടൈനിങ് എൻസൈംസ് ലൈക്ക് കാറ്റലേസ് ആൻഡ് പെറോക്സിഡേസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൊത്തം നമ്മുടെ ശരീരത്തിലെ അയൺ ആറ്റത്തിന്റെ പ്രസൻസിനെ പറ്റിയാണ്. അയൺ ഹീം എന്ന് പറയുമ്പോൾ പോർഫൈറിൻ റിംഗിലേക്ക് അയൺ വരുന്ന തരം സ്ട്രക്ചേഴ്സ്. ഓക്കെ.